ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ ഈ വീഡിയോ സീരീസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയലിലൂടെ കർത്താവായ യേശുക്രിസ്തു ഒരു കഥ പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ആരംഭിച്ച് കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ വിഷയമാണ് ആരംഭിക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ 2 വിഷയങ്ങൾ കേട്ടു. അതിൽ ആദ്യത്തെ വിഷയം ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്. അതേക്കുറിച്ച് ടെലിവിഷനിലൂടെ കാണുന്നവർ 4 എപ്പിസോഡുകൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിന് 4 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അതും എന്നെ ശ്രവിക്കുന്നവർ കേട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ 8 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇത് 9ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കേൾക്കാതെയാണ് ആരെങ്കിലും ഇന്ന് ഓണാക്കുന്നെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ CD ആയിട്ട് OM ബുക്ക് ഹൗസിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും ഉള്ള OM ബുക്ക് ഹൗസിൽ ലഭിക്കുന്നതാണ്. അതുകൂടാതെ എവിടെയെല്ലാം ലഭിക്കുമെന്ന് ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ടെലിവിഷനിൽ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി ചോദിച്ചാൽ അത് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് അത് കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ദ സ്റ്റോറി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷനായിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിരുന്നു, വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച്. അതിൽ 7 എപ്പിസോഡുണ്ട്. ആദ്യത്തെ 4 നിക്കോദേമോസിനോട് യേശു സംസാരിക്കുന്ന കാര്യങ്ങളാണ്. യേശു വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. നീ വീണ്ടും ജനിക്കാതെ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതും സംസാരിക്കുന്നത് നല്ല ഒരു ഭക്തനോട്, തൻ്റെ യഹൂദ മതത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് മോശയുടെ എല്ലാ പ്രമാണങ്ങളെയും മുറുകെ പിടിക്കുന്ന, ദൈവത്തിന് മുമ്പിൽ സ്വയം നീതീകരിക്കപ്പെട്ട, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനോടാണ് യേശു പറയുക, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ഒരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതേക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കേൾക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അവ ഒന്ന് അന്വേഷിക്കുക. ഈ സ്ഥലങ്ങളിൽ തന്നെ ലഭിക്കും. അതിനുശേഷം 3 കാര്യങ്ങൾ എന്തുകൊണ്ട് വീണ്ടും ജനിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 7 CDകൾ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന 8 എപ്പിസോഡും കേട്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ സംശയം കൂടാതെ ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് TV ഓണാക്കി ഇതിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ കാണും, സംശയങ്ങൾ വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ സ്ഥലങ്ങളിൽ പോയി ഈ CD കൈവശമാക്കി ഇത് വീട്ടിലിരുന്ന് കാണുവാൻ പരിശ്രമിക്കുക. അപ്രകാരം കേട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് ദൈവവചനമാകുന്ന വിഷയത്തെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുമ്പോൾ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്, അതായത് 9ാമത്തെ എപ്പിസോഡാണ്. പ്രാർത്ഥനാപൂർവം കേൾക്കുക. ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സത്യം അറിയാനുള്ള ആ തീഷ്ണതയൊക്കെ കർത്താവിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും സത്യമറിഞ്ഞ് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി കർത്താവിന് മുമ്പിൽ ഇന്നത്തെ വചനം ശുശ്രൂഷ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആദ്യം പറഞ്ഞ വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് ഈ വീഡിയോ സീരിയൽ ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു വിഷയം നമ്മൾ സംസാരിച്ചായിരുന്നു. നിക്കോദേമോസ് എന്നുള്ള ഫരിസേയൻ ഒരു രാത്രിയിൽ യേശുവിനെ കാണുവാനായിട്ട് ചെന്നപ്പോൾ യേശു വളരെ ശക്തമായിട്ട് ആ നല്ല ഭക്തനായ മനുഷ്യനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്തുകൊണ്ടാണ് യേശു അത് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഉത്തരം
ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ ബൈബിളിൽ ഉണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും ജനിക്കണമെങ്കിൽ ആ വീണ്ടും ജനനം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അവിടെ ഇപ്രകാരം പറയുന്നു, വീണ്ടും ജനിച്ച വ്യക്തികളോടാണ് പത്രോസ് ശ്ലീഹ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അവരോട് പത്രോസ് പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, മറിച്ച് ജീവനുള്ളതും അനശ്വരവുമായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. ദൈവവചനമാണ് ഒരു മനുഷ്യന് വീണ്ടും ജനനം നൽകുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനമാണ് വീണ്ടും ജനനം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം, യേശുക്രിസ്തുവിനെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവനിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകുവാനുള്ള കഴിവ് കൊടുത്തു. അവരെക്കുറിച്ച് 13-ാമത്തെ വചനത്തിൽ പറയുന്നു, അവർ ജനിച്ചത് പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല, ജഡികമായ ഇച്ഛയിൽ നിന്നല്ല, അവർ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അപ്പം ദൈവത്തിൽ നിന്നും ഒരു വ്യക്തി ജനിച്ചെങ്കിലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ദൈവം തന്നെ ആത്മാവാണ്. ദൈവരാജ്യം ആത്മീയമാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആത്മീയനാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. നമ്മൾ ശരീരത്തിൽ ഇവിടെ നിന്ന് മരിച്ച് ഈ ആത്മാവിനോട് വേർപെടുമ്പോൾ ഈ ശരീരം മണ്ണായി മാറുന്നു. എന്നാൽ ആത്മാവ് ആത്മീയമായ ഒരു രാജ്യമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതും ആത്മീയമായ ഒരു രാജാവുമായിട്ട് ഐക്യപ്പെടുന്നതും ആത്മീയമായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതും സാധ്യമാക്കുന്നത് ഞാൻ ഈ ജഡികമായ മനുഷ്യൻ എൻ്റെ ശരീരത്തിൽ ഞാൻ മരിച്ച് വേർപെടുമ്പോൾ എൻ്റെ ആത്മാവിന് ജീവൻ ലഭിച്ചിരിക്കണം. എന്നാൽ ആദത്തിൻ്റെ പാപത്തിലൂടെ എല്ലാ മനുഷ്യരും ആത്മാവിൽ മരിച്ചവരാണ് എന്ന് വചനം രേഖപ്പെടുത്തുന്നു. എന്താണ് ആത്മാവിൻ്റെ മരണം? ആത്മാവിൻ്റെ മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരവസ്ഥയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടി ആയിരിക്കുവാനാണ്, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തോടുകൂടി കൂട്ടായ്മയിലായിരിക്കുവാൻ. എന്നാൽ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അവന് അകന്ന് പിശാചു പറഞ്ഞത് കേട്ട് ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഭക്ഷിച്ചപ്പോൾ ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയി. അതുകൊണ്ടാണ് ഒരു ആത്മീയ മരണം അവന് സംഭവിച്ചത്. അങ്ങനെ ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരു ആത്മാവാണ് എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലുള്ളത്.